വെൽക്കം ടു മേഗസ് അക്കാഡമി റെക്കോർഡിംഗ് ക്ലാസ്സസ്. നമ്മൾ 2019 അതുപോലെ 2024 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കോമൺ ആയിട്ട് കാണാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. 1-2 മൊഡ്യൂളുകളിലായിട്ട് ഒന്നാമത്തെ മൊഡ്യൂളിലും രണ്ടാമത്തെ മൊഡ്യൂളിലും ഒക്കെ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് ഇതുപോലെ ഈ ഒരു ടൈപ്പില് ഫിഗർ അല്ലെങ്കിൽ നമുക്ക് ഫിഗർ ചില സമയങ്ങളിലായിരിക്കും ഫിഗർ വരുന്നത്, ചില സമയങ്ങളിൽ ഫിഗർ ഇല്ലാണ്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിലിപ്പം മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പി എന്ന് പറഞ്ഞ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ ഇതിലെ ഇലോങ്ങേഷൻ കാണാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയിങ് ക്രോസ് സെക്ഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ് വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ ബാസ് വിത്ത് വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കോമൺലി അത്ര സിമ്പിൾ അല്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് എങ്ങനെ ആൻസർ ചെയ്യും? കോമൺലി ഇതിന് വരുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 സ്കീമിനാണെങ്കിൽ 10 മാർക്സ് ഓർ 12 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില സമയങ്ങളിൽ 14 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട്. പക്ഷെ ഇത് 24 സ്കീമിനാണെങ്കിൽ 9 മാർക്ക് 7 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, 6 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിറ്റർമൈൻ ദി ഫോഴ്സ് P necessary for the equilibrium of a steel bar shown in figure. The diameter of the first, middle and last segment of the bar are 30 mm, 25 mm and 30 mm respectively. Also find the elongation of the bar is equal to 200 gigapascal. So given data നമുക്കൊന്ന് ചെയ്യാം. അപ്പം given ഡാറ്റയില് നമുക്കൊന്ന് തന്നിരിക്കുന്നത് P necessary, P ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഈ P necessary ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 100 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ട്. ഒന്നാമത്തെ ഞാൻ ഇതില് ഇത് ഒന്നാമത്തെ ഒരു ഭാഗം, ഇത് രണ്ടാമത്തെ ഭാഗം, ഇത് മൂന്നാമത്തെ ഭാഗമായിട്ട് ഇതിനെ മാർക്ക് ചെയ്യാണ്. പിന്നെ നമുക്ക് ഓരോന്നിനും ഡയമീറ്റർ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബാറിന്റെ ഡയമീറ്റർ ഞാൻ D1 എന്ന് വിളിച്ചു, അത് എത്രയാ? 30 mm ആണ്. രണ്ടാമത്തിന്റെ ഡയമീറ്ററിനെ D2 എന്ന് വിളിച്ചു, അത് എത്രയാണ്? 25 mm ആണ്. മൂന്നാമത്തെ ബാറിന്റെ ഡയമീറ്ററിനെ D3 എന്ന് വിളിച്ചു, അത് എത്രയാണ്? 30 mm ആണ്. ഓക്കെ, അതുപോലെ ഒന്നാമത്തെ ഓരോ മെമ്പറിന്റെ ലെങ്ത് നമുക്ക് തരുന്നത് 600 mm, ഒന്നാമത്തേന്, രണ്ടാമത്തിന്റെ 800 mm, മൂന്നാമത്തേന് 1000 mm. പിന്നെ ഇതിൽ തന്നിരിക്കുന്ന യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു 200 ജിഗാപാസ്കൽ. അതിന് ഞാൻ 200 × 10⁻³ മെഗാപാസ്കൽ എന്ന് എഴുതാണ്. അത് തന്നെയാണ് 200 × 10⁻³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ mm സ്ക്വയർ മെഗാ പാസ്കലും സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ കൺവേർഷൻ ചെയ്തു വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിവൺ ഡാറ്റ എഴുതി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ P necessary to equilibrium ആണ്. കണ്ടോ, ഡിറ്റർമൈൻ ദ ഫോഴ്സ് P. ഈ Pയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം മൊത്തമായിട്ട് ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ ഇവിടുത്തെ P എത്രയായിരിക്കും? നമുക്കൊന്നുമില്ല, നമ്മൾ അറിയുന്ന സിമ്പിൾ ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ Fx = 0 യൂസ് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോസിറ്റീവ്, മറ്റേ ഡയറക്ഷനിലേക്ക് നെഗറ്റീവ് വേണം എടുക്കാൻ. ഇപ്പൊ ഞാൻ ഇവിടെ ഈ 100 കിലോ ന്യൂട്ടൺ ഡയറക്ഷനിലേക്ക് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ഈ 200 കിലോ ന്യൂട്ടന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഫോഴ്സിന് നെഗറ്റീവ് എടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് എക്സിൽ പോസിറ്റീവും നെഗറ്റീവ് എക്സിലേക്ക് നെഗറ്റീവ് ആണ് എടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് വേണം എടുക്കാം. പക്ഷെ എടുക്കുമ്പോൾ ഫോഴ്സുകളൊക്കെ ഏത് രീതിയിൽ വേണം ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. ഓക്കെ, സിഗ്മ Fx = 0 എടുക്കും. ഈ 100 കിലോ ന്യൂട്ടൺ ഞാൻ പോസിറ്റീവ് ആണ് എടുത്തേക്കുന്നത്, ഈ 100 കിലോ ന്യൂട്ടൺ. അപ്പം 100, അത് കഴിഞ്ഞിട്ടുള്ള 200 നെഗറ്റീവ് എടുക്കുന്നത്, -200. അത് കഴിഞ്ഞിട്ടുള്ള Pനെ പോസിറ്റീവ് എടുക്കുന്നത്, കാരണം അത് ഇങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത് അല്ലെ. ഈ 100 കിലോ ന്യൂട്ടന്റെ അതേ ഡയറക്ഷനിലേക്കാണ് ഈ Pയും വരുന്നത്, അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് എടുത്തേക്കുന്നത്. P ഇനി ആ 200 അതേ ഡയറക്ഷനാണ് 150 വരുന്നത്, അതുകൊണ്ട് -150 = 0. ഇക്വിലിബ്രിയം ആണ്. നെറ്റ് ഫോഴ്സ് കൂട്ടിയിട്ട് P കണ്ടുപിടിക്കാം. ഓക്കെ, 100 - 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ -100 വന്നു, -150 കൂടെ. അപ്പൊ -100 - 150 -250 വന്നു. അപ്പൊ നമുക്ക് നെറ്റ് വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് P - 250
ഈക്വൽ ടു 0. അതിൽ നിന്ന് പി ഈക്വൽ ടു 250 കിലോ ന്യൂട്ടൺ എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ, ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട പി എന്ന് പറഞ്ഞ ഫോഴ്സ് എത്രയാണ്? 250 ആണ്. 100 മൈനസ് 200 പ്ലസ് പി മൈനസ് 150 ആണ്. അപ്പൊ ഒന്നുമില്ല, 100 മൈനസ് 200 ചെയ്യുമ്പോൾ മൈനസ് 100 ഉണ്ടാവും. മൈനസ് 100 മൈനസ് 50 കൂടെ 150 കൂടെ കൂട്ടുമ്പോൾ മൈനസ് 250 ആവും. അപ്പൊ പി മൈനസ് 250 ഈസ് ഈക്വൽ ടു 0. അതിന് പി ഈസ് ഈക്വൽ ടു 250 കിലോ ന്യൂട്ടൺ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതൊന്നുമല്ല, ഒന്നാമത്തെ ഈ പാർട്ടിനെ എടുത്ത് വരയ്ക്കുകയാണ് ഇങ്ങോട്ട്. ഓക്കെ, അതിലെടുത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോ ഇവിടെ ഒരു സെക്ഷൻ ഇങ്ങ് കട്ട് ചെയ്തു, കണ്ടോ? ഈ ഒരു സെക്ഷൻ ഇങ്ങ് കട്ട് ചെയ്ത്, ആ സെക്ഷൻ കട്ട് ചെയ്തോളം വരെയാണ് എനിക്ക് വരയ്ക്കേണ്ടത്. 1 എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ ഇങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ആ സെക്ഷൻ കട്ട് ചെയ്തോളം വരെയാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിന് എടുത്ത് വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ ഒന്നാമത്തെ പാർട്ടിന് എടുത്ത് വരയ്ക്കുകയാണ്. അതാണ് 1 എന്ന് എടുത്തേക്കുന്നത്. ആ കട്ട് ചെയ്ത സെക്ഷൻ വരെയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ കട്ട് ചെയ്ത സെക്ഷനിൽ ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ടു. ഓക്കെ, ഇനി ആ കട്ട് ചെയ്ത സെക്ഷനില് നോക്കുക, ഒന്നാമത്തെ പാർട്ടിന്ന് പുറത്തേക്ക് ഈ ഒരു 100 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പം 100 കിലോ ന്യൂട്ടൺ പുറത്തേക്ക് മാർക്ക് ചെയ്യാം. റെഡി? ഇനി നോക്കിക്കേ, ഈ ഒരു ബോഡിയിൽ, ഈ ഒന്നാമത്തെ ഈ ഒരു ബോഡിയിൽ ഒരു 100 കിലോ ന്യൂട്ടൺ പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഒരു 100 കിലോ ന്യൂട്ടൺ ബോഡി ലോഡ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ബോഡി, ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു ബോഡി ഈ ഒരു സെക്ഷനിൽ വെച്ച് ഇക്വിലിബ്രിയത്തിൽ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 100 കിലോ ന്യൂട്ടൺ ലോഡ് വരണ്ടേ? വേണല്ലോ അല്ലെ? എന്നാൽ മാത്രമല്ല അത് ഇക്വിലിബ്രിയത്തിൽ ആവുള്ളൂ. സോ ഇതിൽ നെറ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയാണ് P1 എന്ന് വിളിക്കുന്നത്. എത്രയായിരിക്കും? 100 കിലോ ന്യൂട്ടൺ ആയിരിക്കും അല്ലെ? ഇനി ഈ ഫോഴ്സ് എന്താ? ഈ മെമ്പറിനെ പുറത്തേക്ക് ഇങ്ങനെ വലിക്കുന്ന രീതിയിലല്ലേ ആക്ട് ചെയ്യുന്നത് അല്ലെ? പുറത്തേക്ക് വലിക്കുന്ന ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? ടെൻസൈൽ ഫോഴ്സ് T എന്ന് വിളിക്കും. അപ്പൊ ഇതൊരു ടെൻസൈൽ ഫോഴ്സ് ആണ്. ഇനി ഒന്നാമത്തെ മെമ്പറിന്റെ ലെങ്ത് നമുക്ക് നോക്കാം. L1 എത്രയാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനകത്തുണ്ട് 600 mm ആണ്. 600 mm ആണ് L1 വരുന്നത്. mm ആണ് L1 വരുന്നത്. ഇനി അതിന്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. A1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ മെമ്പറിന്റെ ഏരിയ ആണ്. നമുക്കറിയാം അതിന്റെ ഡയമീറ്റർ 30 mm തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ഇൻറ്റു 30 സ്ക്വയർ ആണ് വരുന്നത്. എത്രയാ നോക്കാം. വരുന്നത് 706.85 ആണ്. നമുക്ക് വാല്യൂ എഴുതാം. 706.85 mm സ്ക്വയർ ആണ് നമ്മുടെ ഏരിയ വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മെമ്പറിന്റെ എല്ലാ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ മെമ്പറിലേക്ക് പോവാണ്. അപ്പൊ രണ്ടാമത്തെ മെമ്പർ എടുക്കുകയാണ്. രണ്ടാമത്തെ മെമ്പർ എടുക്കുമ്പോൾ രണ്ടാമത്തെ മെമ്പറിന്റെ ഈ ഒരു സെക്ഷൻ വരെയാണ് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ P എന്ന് പറഞ്ഞ ഫോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എത്രയാണ്? 250 കിലോ ന്യൂട്ടൺ ആണ്. അത് എടുക്കണ്ട. അതിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫോഴ്സ് എടുക്കുമ്പോൾ നമ്മള് ഈ മെമ്പറിന്റെ ഇവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. അത് തുടങ്ങിയിട്ട് അടുത്ത ജോയിന്റ് എത്തുന്നതിന് മുമ്പായിട്ടാണ് സെക്ഷൻ കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദ്യത്തെ ഫോഴ്സ് 200 കിലോ ന്യൂട്ടൺ കഴിഞ്ഞു. രണ്ടാമത്തെ ഫോഴ്സ് 250 കിലോ ന്യൂട്ടൺ ഏത് വോളിന്ന് അപ്ലൈ ചെയ്യുന്നത്? ഈ ഒരു വോളിന്നാണ് പോകുന്നത് അല്ലെ? ആ വോള് കൺസിഡർ ചെയ്ത് അതിന് മുമ്പായിട്ട് വേണം സെക്ഷൻ എടുക്കുക. അങ്ങനെ സെക്ഷൻ നമ്മൾ എടുത്തു. ഓക്കെ, ആ സെക്ഷൻ എടുത്തിട്ട് അതുവരെയുള്ള ലോഡുകൾ നമ്മൾ ആ ഒരു വരെയുള്ള ഒരു പോർഷൻ ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ജോയിന്റ് തൊട്ട് ആ സെക്ഷൻ വരെയാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇനി ഫോഴ്സുകൾ മാർക്ക് ചെയ്യണം. ഓക്കെ, നോക്കാം നമുക്ക്. ഇനി നോക്കിക്കേ, 100 കിലോ ന്യൂട്ടൺ പുറത്തേക്ക് ഒന്നാമത്തെ മെമ്പറിന് പുറത്തേക്കും ആ ഒന്നാമത്തെ മെമ്പറിന്റെ ലാസ്റ്റ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെമ്പറിന്റെ ഫസ്റ്റ് ജോയിന്റ് ഉള്ളിലേക്ക് 200 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഇതിന്റെ നെറ്റ് ആണ് ഈ രണ്ടാമത്തെ മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ആയിരിക്കില്ലേ? എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഒരു 3 പേര് കൂടിയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുക. ഓക്കെ, ഇത് ഒന്നാമത്തെ ആള്, ഇത് രണ്ടാമത്തെ ആള്, ഇവിടെ മൂന്നാമത്തെ ആള്. അപ്പൊ ഇയാളെ പുറത്തേക്ക് 100 വലിക്കുന്നുണ്ട്, രണ്ടാമത്തെ ആള് ഉള്ളിലേക്ക് ഒരു 200 വലിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഷുവർ ആയിട്ടും ആ 200ന്റെയും ആ 100ന്റെയും കൂടി എന്തായിരിക്കും? റിസൾട്ടന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ അതുപോലെ തന്നെ 200 ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്, 100 പുറത്തേക്ക് വലിക്കുന്നുണ്ട്. ഷുവർ ആയിട്ട് എന്ത് ചെയ്യണം? വലിയ ലോഡിന്ന് ചെറിയ ലോഡ് മൈനസ് ചെയ്ത് വലിയ ലോഡിന്റെ ഡയറക്ഷനിൽ ഇടുക. അപ്പൊ 200 മൈനസ് 100 ചെയ്ത് എന്ന് പറഞ്ഞാൽ വലിയ ലോഡിന്ന് ചെറിയ ലോഡ് മൈനസ് ചെയ്ത് വലിയ ലോഡിന്റെ ഡയറക്ഷനിൽ വേണം
ലോഡ് മാർക്ക് ചെയ്യും, നെറ്റ് ലോഡ്. ഓക്കെ, അപ്പൊ 200 മൈനസ് 100 100 അത് 200ന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കാണ്. സോ ഉള്ളിലേക്ക് അറിയുമ്പോ ഇങ്ങനെ വരും. ഓക്കെ, 100. ബാക്കി നെറ്റ് വന്ന ലോഡ് 100 കിലോ ന്യൂട്ടൺ ആണ്. നോക്കിക്കേ, ഇനി ഈ മെമ്പറിന്റെ ഈ ഒരു ഭാഗത്തിന് സിമെട്രിക് ആവണമെങ്കിൽ ഇവിടെയും കംപ്രഷനിൽ ഒരു 100 കിലോ ന്യൂട്ടൺ ലോഡ് വരണ്ടേ? ആ ലോഡാണ് ഇത്, രണ്ടാമത്തെ മെമ്പർ ആണ്. ആ ലോഡാണ് P2 എന്ന് പറഞ്ഞ ലോഡ്. അത് എത്ര വരുന്നത്? -100 കിലോ ന്യൂട്ടൺ വരും. അതെന്തുകൊണ്ടാ? കംപ്രഷൻ ആയതുകൊണ്ടാണ് മൈനസ് വരുന്നത്. റെഡി? ഓക്കെ, ഇനി ഇതിന്റെ ലെങ്ത് L2 എത്രയാ വരുന്നത്? L2 എത്രയാ വരുന്നത്? 800 mm. പിന്നെ D2 25 mm വരുന്നത്. L2 എന്ന് പറഞ്ഞാൽ 800 mm. D2 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 25 ആണ്. സോ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ഇൻറ്റു 25 സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ π/4 ഇൻറ്റു 25 സ്ക്വയർ നോക്കാം. 25 സ്ക്വയർ ഇൻറ്റു π/4 വാല്യൂ വരുന്നത് 490.87 ആണ് വരുന്നത്. 490.87 mm സ്ക്വയർ. അതാണ് ഏരിയ വരുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ മെമ്പറിലേക്ക് പോവാം അല്ലെ? മൂന്നാമത്തെ മെമ്പർ പറയുമ്പോൾ ഈ മെമ്പറാണ്. ഈ മെമ്പറിൽ വരുന്ന നെറ്റ് ലോഡ് കാണണം നമുക്ക്. നെറ്റ് ലോഡ് കാണുമ്പം രണ്ട് രീതിയിൽ ചെയ്യാം. മൂന്നാമത്തെ മെമ്പർ ഒരു അവസാനത്തെ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ മെമ്പറിനെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് കൺസിഡർ ചെയ്യാം. ഏറ്റവും സിമ്പിൾ അതാണ്. ഇനി അതല്ല നിങ്ങൾ ചെയ്ത് ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൺസിഡർ ചെയ്ത് എടുത്തു പോരാം. രണ്ട് രീതിയിൽ ചെയ്യാൻ ഞാൻ പറയുന്ന അത് സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ്. 180 കിലോ മൂന്നാമത്തെ മെമ്പറിനെ നമ്മൾ ഒന്നാമത്തെ മെമ്പർ, രണ്ടാമത്തെ മെമ്പർ, മൂന്നാമത്തെ മെമ്പറിനെ നമുക്ക് ഒന്നാമത്തെ മെമ്പറിനെ ഈ എൻഡ് ഫ്രീ എൻഡ് എന്നല്ല നമ്മൾ കൺസിഡർ ചെയ്ത്, അതേപോലെ തന്നെ മൂന്നാമത്തെ മെമ്പറിനെ ഈ ഫ്രീ എൻഡ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ മെമ്പറിന്റെ പുറത്തേക്ക് ഒരു 180 കിലോ ന്യൂട്ടൺ ലോഡാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ വെച്ചു? ഇവിടെ വെച്ചിട്ട് സെക്ഷൻ കട്ട് ചെയ്തു. ഇങ്ങനെ ഇവിടന്ന് ഇവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 180 കിലോ ന്യൂട്ടൺ ലോഡ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. മൂന്നാമത്തെ മെമ്പറിനെ ഇങ്ങനെ വരച്ചു. ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തു. ഇത് 180 കിലോ ന്യൂട്ടൺ പുറത്തേക്ക്. അങ്ങനെയാണ് ബാലൻസ് ആവണ ഇവിടെ 180 കിലോ ന്യൂട്ടൺ പുറത്തേക്ക് ഇങ്ങനെ വരും. ഇനി അതല്ല ഞാൻ നേരത്തെ ചെയ്ത മാതിരി ഒന്നാമത്തെ മെമ്പറിന് എടുത്താ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്തേക്ക് ഒരു 100, ഇവിടെ ഉള്ളിലേക്ക് ഒരു 200, ഇവിടെ പുറത്തേക്ക് ഒരു 250. അപ്പം പുറത്തേക്ക് 250, 100, 350 200 ഉള്ളിലേക്കുള്ളത് മൈനസ് ചെയ്തു. അപ്പം 350 മൈനസ് 200 വരുന്നത് എത്രയാണ്? എത്ര വരും? 150. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ഞാൻ ഇവിടെ തന്നെ എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അപ്പൊ അത് വരുമ്പോഴുള്ള സെക്ഷൻ അതും കൂടെ അത് വരയ്ക്കുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ സെക്ഷൻ വരും. അപ്പോഴും വരുന്നത് പുറത്തേക്ക് 150 കിലോ ന്യൂട്ടൺ. അത് തന്നെയാണ് ഈ ഭാഗത്തും എന്തിനു വരിക? നമ്മളെ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ ലോഡാണ് P3 എന്ന് പറഞ്ഞ ലോഡ്, 150 കിലോ ന്യൂട്ടൺ. റെഡി? ഇനി അവിടുത്തെ L3 എത്രയാണ്? L3 നമുക്കറിയാം 1000 mm ആണ് അവിടെ വരുന്നത്. 1000 mm. L3 1000 mm ആണ്. 1000 mm ആണ്. സോറി, 1000 mm. A3 എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഏരിയ വരുമ്പോ നേരത്തെ മാതിരി 30 mm ആണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. π/4 ഇൻറ്റു 30 സ്ക്വയർ. ഒന്നാമത്തേന് വന്ന ഏരിയ തന്നെ 706.85 mm സ്ക്വയർ ഇത് വരും. പിന്നെ ഞാനിപ്പോ എല്ലായിടത്തും ലോഡ് കിലോ ന്യൂട്ടണിലാണ് ഇട്ടേക്കുന്നത്. P1, P2, P3 അതൊക്കെ ന്യൂട്ടണിലേക്ക് മാറ്റണം. 150 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ആണ് ഇവിടെ വരിക. തൊട്ട് മുമ്പത്തെ P2 ആണെങ്കിൽ എത്ര വരും? കംപ്രഷൻ ആണ് ആയിക്കോട്ടെ, -100 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ വരും. ഇനി ഒന്നാമത്തെ ലോഡ് ആണെങ്കിൽ അതും വരും, ടെൻഷൻ ആണ്. ഇവിടെ എത്രയാണ്? 100 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഇതാണ് ലോഡ് വരുന്നത്. ഇത് എന്താണ്? ടെൻഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ? പുറത്തേക്ക് വലിക്കുന്ന ലോഡൊക്കെ ടെൻഷനാണ്. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ കാണാൻ പറഞ്ഞ ഇലോങ്ങേഷൻ ആണ്. സോ നമ്മളെ ഇലോങ്ങേഷൻ കാണുന്ന കാര്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് അല്ലെ, ഇങ്ങനെ ലോഡും വേരിയിങ് ക്രോസ് സെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇലോങ്ങേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇപ്പൊ ഇവിടെ യങ്സ് മോഡുലസ് എല്ലാത്തിലും കോൺസ്റ്റന്റ്. ചില സമയത്ത് യങ്സ് മോഡുലസും കൂടെ മാറി വരാം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലും കൂടെ മാറാം. അപ്പൊ ഞാൻ മെറ്റീരിയലും കൂടെ മാറുന്ന കേസ് ആണെങ്കിൽ എങ്ങനെയാണ്? അതെല്ലാം യങ്സ് മോഡുലസ് സെയിം ആവുന്ന
കേസ് എങ്ങനെയാണ്? രണ്ടുമാണ് പറയുന്നത്, രണ്ടും കൂടി ഒരുമിച്ച് പറയാണ്, ശ്രദ്ധിച്ചിരുന്നോ? ഇങ്ങനെ മൂന്ന് മെറ്റീരിയൽ അല്ലെങ്കിൽ 3 മെമ്പർ, ആ 3 മെമ്പറിന് ഏരിയ മാറ്റുണ്ട്, ഫോഴ്സ് മാറ്റുണ്ട്, മെറ്റീരിയൽ ഒക്കെ മാറ്റുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P1L1 ഡിവൈഡഡ് ബൈ A1E1 പ്ലസ് P2L2 ഡിവൈഡഡ് ബൈ A2E2 പ്ലസ് P3L3 ഡിവൈഡഡ് ബൈ A3E3 ആണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് E1 ഈക്വൽ ടു E2 ഈക്വൽ ടു E3 ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റാലിന്റെ ഇക്വേഷനിൽ എന്ത് വരും? 1/E ഇൻറ്റു P1L1 ഡിവൈഡഡ് ബൈ A1 പ്ലസ് P2L2 ഡിവൈഡഡ് ബൈ A2 പ്ലസ് P3L3 ഡിവൈഡ് ബൈ A3 വരും. ഓക്കെ, ആൻസർ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് എല്ലാ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 1/200 ഇൻറ്റു 10⁻³ ഇൻറ്റു P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തതിന്റെ 100 ആണ്, ഇൻറ്റു L1 എന്ന് പറഞ്ഞാൽ 600 ആണ്. നമുക്ക് വെരിഫൈ ചെയ്യാം. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു 10⁻³ ആണ്, L1 എന്ന് പറഞ്ഞാൽ 600 ആണ്, A1 എന്ന് പറഞ്ഞാൽ 706.85 ആണ്. ഇവിടെ നമ്മൾ ഇൻറ്റു 10⁻³ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ P1 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 10⁻³ ഇൻറ്റു L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ഡിവൈഡഡ് ബൈ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 706.85 പ്ലസ് P2 എന്ന് പറയുമ്പോൾ P2 വരുന്നത്, P2ന്റെ വാല്യൂ എത്രയാണ് നമുക്ക് വരുന്നത്? P2 വരുന്നത് -100 ഇൻറ്റു 10⁻³ ആണ്, -100 ഇൻറ്റു 10⁻³. L2 വരുന്നത് എത്രയായിരുന്നു? 800 mm ആണ്, 800 ഡിവൈഡഡ് ബൈ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് A2 വരുന്നത് 490.87 490.87 പ്ലസ് P3 വരുന്നത് 150 ആണ്, 150 ഇൻറ്റു 10⁻³ ഇൻറ്റു L3 വരുന്നത് 1000 ആണ് ബൈ A3 വരുന്നത് 706.85 ആണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. വാല്യൂസ് ഒക്കെ ഇട്ട് ചെയ്യാം. ആദ്യം ഓരോന്നായിട്ട് ഞാൻ ചെയ്യാണ്. 100 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ into 600 divided by 706.85 bracket ഇടാൻ മതി. ബ്രാക്കറ്റ് ക്ലോസ് മൈനസ് ബ്രാക്കറ്റ് അടുത്തത് 100 ഇൻറ്റു 10⁻³ ഇൻറ്റു 490.87 ഇൻറ്റു 800 bracket close plus അടുത്ത് 150 ഇൻറ്റു 10⁻³ ഇൻറ്റു 1000 divided by 706.85 whole divided by 200 into 10⁻³. ആൻസർ വരുന്നത് 0.605 ആണ്, 6705 mm. അത്രയാണ് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ.
അപ്പൊ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് സിമ്പിൾ ആണല്ലേ, മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് മുഖേന നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. സ്പെഷ്യലി നിങ്ങൾ ഓർക്കേണ്ടത് ഇതൊരു 14 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു കണ്ടിരുന്നത്. ബട്ട് നമ്മുടെ സിലബസ് പ്രകാരം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. നമ്മൾ 24 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനി ചെയ്യാം. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, നോട്ട് ചെയ്യാം. അപ്പോ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതിൽ ഫോഴ്സ് പി, ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് മെമ്പറിനെ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫോഴ്സ് പി കാണാനും പിന്നെ അതിന്റെ കൂടെ ഇലോങ്ങേഷൻ കാണാനും കൂടി ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക. എനി ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.